ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സെക്കൻഡിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും എന്ന് വേണ്ട ഈ ലോകത്തെ സർവ്വചരാചരങ്ങളും തമ്മിൽ മ്യൂച്വലി ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ ആ കാര്യം നിങ്ങൾക്കറിയാവോ? വേണ്ട, എവിടെയോ ഇരുന്ന് നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒന്നങ്ങോട്ട് ക്ലിക്കാവണില്ല അല്ലേ? ഞാനൊരു കഥ പറയാം. നിങ്ങളിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫോൺ എടുത്തോ, ടിക്കറ്റ് ബുക്ക് ചെയ്തോ, സിനിമയുടെ ടൈം നോക്കി ആ ടൈമിനനുസരിച്ച് നിങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് ഷെൽഫിൽ നിന്ന് എടുത്തോ, നിങ്ങളുടെ ചപ്പൽസ് ഇട്ടോ, ബാഗ് എടുത്തോ, നിങ്ങൾ നേരെ തിയേറ്ററിലോട്ട് പോവാണ്. തിയേറ്ററിലോട്ട് കയറി നിങ്ങളുടെ സീറ്റ് കണ്ടുപിടിച്ചു, അവിടെ ഇരുന്നു. സിനിമ തുടങ്ങി, സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മൂവിയാണ്, നിങ്ങൾ ത്രില്ലിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ടൈമിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഉടനെ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചു, ഒന്ന് ഫ്രഷായി വീണ്ടും സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തു. സിനിമ മൊത്തം കണ്ടു. അങ്ങനെ കണ്ട് നിങ്ങൾ പുറത്തിറങ്ങി. ഒന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് തോന്നി, ഫുഡ് കഴിച്ചു. അതും കഴിഞ്ഞ് നിങ്ങൾ നേരെ നിങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചെത്തി. ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഒരു 5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ചെയ്തു എന്നിരിക്കട്ടെ. ഈ ഒരു 5 മണിക്കൂർ കൊണ്ട് നിങ്ങളറിയാതെ എത്രയൊക്കെയോ ആൾക്കാരായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ? നിങ്ങൾ സിനിമയ്ക്ക് പോകാൻ തുടങ്ങുന്നത് മുതൽ, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് മുതൽ നിങ്ങൾ മറ്റുള്ളവരായിട്ട് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഫോൺ നിങ്ങളുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് ഒരുപാട് പേരുടെ തലയും കൈകളും ഒക്കെ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അങ്ങനെ ഒരു ഫോൺ ഉണ്ടായത്. ആ ഒരു ഫോൺ നിങ്ങൾ ഒരു കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചേക്കുന്ന എല്ലാ ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ വരികയാണ്. അങ്ങനെ ഫോൺ എടുത്ത് നിങ്ങൾ ആപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അങ്ങനെ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പ്രോസസ്സിൽ ആ ആപ്പിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുത്ത് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആ ബാങ്കിങ് സിസ്റ്റമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്തു തരുന്ന എല്ലാ ആൾക്കാരായിട്ടും നിങ്ങൾക്ക് കണക്ഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ ഷെൽഫ് ചെയ്യുന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കുമ്പോൾ ആ ഡ്രസ്സ് നിങ്ങളുടെ കൈകളിലെത്തുന്നതിന് മുമ്പ് ആരുടെയൊക്കെയോ കഠിന പ്രയത്നം കൊണ്ടുണ്ടായിട്ടുള്ള ആ ഡ്രസ്സ്, അവരൊക്കെയായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനം വേറെ ആരൊക്കെയോ ആയിട്ട് കണക്ഷൻ വരുന്നു. അങ്ങനെ നിങ്ങൾ സിനിമ കാണുന്നു. ആ സിനിമ നിങ്ങളുടെ മുമ്പിൽ വിസിബിൾ ആവുന്നത് വരെ ആ സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിച്ച എല്ലാ ആൾക്കാരായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 5 മണിക്കൂർ നിങ്ങൾ പുറത്ത് പോയി തിരിച്ചു വരുന്നത് വരെ എത്രയൊക്കെയോ ആൾക്കാരായിട്ട്, 10,000കണക്കിന് ആൾക്കാരായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ വരികയാണ്. ഒരു 5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇത്ര അധികം ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ടായി എങ്കിൽ എത്ര വയസ്സ് നിങ്ങൾക്കായിട്ടുണ്ടോ? ആ അത്രയും വയസ്സിനുള്ളിൽ എത്രയോ ആൾക്കാരായിട്ട്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് ആൾക്കാരായിട്ട് നമുക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ട്. ആൾക്കാരോട് മാത്രമല്ല, മൃഗങ്ങളോടാണെങ്കിലും ഒരു ചെറിയ ചെടിയോട് പോലെ ആണെങ്കിലും നമുക്ക് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ലോകത്തെ ഏറ്റവും വലിയവനും ചെറിയവനും കാശുള്ളവനും ഇല്ലാത്തവനും ഒക്കെ തുല്യരാണെന്ന് മനസ്സിലായില്ലേ?
ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും സപ്പോർട്ട് വേണം. താങ്ക് യു.